അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചിന്താർഹമായ പഠനാർഹമായ ഒരു വോയിസാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അഥവാ ഹംസ ഹിത്തമി എന്ന് പറയപ്പെടുന്ന ജാമ്യയിലെ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം CICയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ ചെന്ന് സംസാരിച്ചു. എല്ലാവരും ആ സംസാരം വളരെ കൃത്യമായിട്ട് കേട്ടു. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ കൃത്യമായി ചില ഭാഗങ്ങൾ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരും അതുപോലെ തന്നെ സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച ഹക്കീം ആറമ്മികളുമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹൈത്തമി പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഹൈത്തമിയെ ഒരു ചതിക്കുയിൽ കൊണ്ട് ചാടിക്കാൻ വേണ്ടിയിട്ട് ഹക്കീം ആർമി പ്രവർത്തകർ പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത് സാദിഖലിത്തങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഭാഷണത്തിൽ പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയാൾ കൃത്യമായിട്ട് ആ സംഗതി പറഞ്ഞു. ആ പറഞ്ഞ ഭാഗം വളരെ കൃത്യമായിട്ട് വീഡിയോ എടുത്തിട്ട് പൊതുമധ്യത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, SNECയുടെ ട്രഷറർ, വിദ്യാഭ്യാസ ബോർഡിൻ്റെ അംഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചില ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ, അത് ഓരോ ജില്ലകളിലെയും അതുപോലെ തന്നെ സമസ്തയുടെ പല സ്ഥാപനങ്ങളുടെയും അധ്യക്ഷ പദവം അലങ്കരിക്കുന്ന, അതിനൊക്കെ പുറമെ SYSൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, സമസ്തയുടെ ഒരു വലിയ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സാദിഖലി തങ്ങൾ സമസ്ത ഒഴിവാക്കിയ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞിട്ട് നിങ്ങളവിടെ പോയിക്കോ എന്ന് സാദിഖലി തങ്ങൾ സമ്മതം കൊടുക്കുമോ? കൊടുക്കൂല എന്നാണ് 100% നമ്മളുടെ വിശ്വാസം. അങ്ങനെയാണ്. അപ്പോൾ ആ തങ്ങളെപ്പോലും പരിഹസിക്കാൻ വേണ്ടി, പൊതുമധ്യത്തിൽ കടിച്ചു കീറാൻ വേണ്ടി ആ ഒരു വീഡിയോ ഇട്ട് കൊടുത്ത് പൊതുമധ്യത്തിൽ ആ കുടുംബത്തിനെ താറടിക്കുന്നത് ആരാണ്? വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇവർക്കറിയാം, ഹൈത്തമി ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്താൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവർക്കെതിരെ ആക്ഷൻ എടുക്കും. ആ ആക്ഷൻ എടുക്കുമ്പോൾ പാണക്കാട് തങ്ങൾ പറഞ്ഞയച്ചിട്ടും സമസ്ത ആക്ഷൻ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ തങ്ങൾ കുടുംബത്തിന് ഒരിക്കലും ഫളിൽ, ശ്രേഷ്ഠത, ബഹുമാനം കൂടല്ലോ ചെയ്യുക, കുറയല്ലേ ചെയ്യുക. അപ്പം ഈ രൂപത്തിൽ ആ ഒരു കുടുംബത്തെ ഏതൊക്കെ രൂപത്തിൽ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്ത് വഷളാക്കി മാനം കെടുത്താൻ പറ്റുമോ അതൊക്കെ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ വാഫികളും അതുപോലെ തന്നെ ചില ഹുദവികളും അതുപോലെ സമസ്തയുമായിട്ട് ചില ദസൂഖിയ തരീക്കത്തുമായി ബന്ധപ്പെട്ട് സമസ്തയോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ചില ആളുകളും. ഞങ്ങളുടെ പഠനം അങ്ങനെയാണ് തെളിയിച്ചത്. മാദല്ലാ, അതല്ലെങ്കിൽ സാദിഖലി തങ്ങൾ പറയണ്ടേ ഞാൻ ഹൈത്തമിനെ അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ടെന്ന്? ഈ നിമിഷം വരെ തങ്ങൾ പാപ്പ പറഞ്ഞിട്ടില്ല. അപ്പം തങ്ങൾ പാപ്പ പറയാത്തൊരു കാര്യം തങ്ങളെ പേരിൽ അടിച്ചേൽപ്പിച്ച് പൊതുമധ്യത്തിൽ ആ മഹത്തുക്കളെ ചർച്ചയാക്കി ആ മഹത്തുക്കളെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിച്ചു കീറുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു വിഭാഗം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ വീണ്ടും പറയാനുള്ളത് ഹുദവികളോടും അതുപോലെ തന്നെ മാഫികളോടും പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ, തോന്നിയസനങ്ങളൊക്കെ നിങ്ങൾ തുടർന്നോ? അതിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ നിങ്ങൾ സാത്വികരായിരിക്കുന്ന പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ തങ്ങന്മാരെയും അതിൻ്റെ മുമ്പിലേക്ക് വെറുതെ വലിച്ചയച്ച് അവരുടെ ഇസ്സത്തിനും അവരുടെ അഭിമാനത്തിനും കോട്ടം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്നാണ് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം കൊണ്ടുണ്ടായ ഒരു സംഭവം എന്താണ്? സാദിഖലി തങ്ങൾ പറഞ്ഞയച്ചു, എന്നിട്ട് ഹംസ ഹൈത്തമി എന്ത് ചെയ്തു? CICൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. സമസ്ത കൂടി ആലോചിച്ചു, അദ്ദേഹത്തെ പിടിച്ച് പുറത്തിട്ടു. അപ്പോൾ തങ്ങൾ പറഞ്ഞയച്ച ഒരു പ്രതിനിധിയായിട്ട് പോലും അയാളെ പിടിച്ച് പുറത്തിട്ടു എന്ന് പൊതുജനം മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തോടുള്ളതായിരിക്കുന്ന ആ ഒരു ബഹുമാനം നഷ്ടപ്പെടണം. ഇതല്ലേ ഈ ഹുദവികളും അതുപോലെ തന്നെ വാഫികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അയാളെ മൂച്ചിമ്മ കയറ്റിയിട്ട് അയാളെ കൊണ്ട് പലതും പറയിപ്പിച്ച് ആ സദസ്സിൽ നിന്ന് പൊട്ടിച്ചിരിയുടെ ആവേശത്തിൻ്റെ പൊട്ടിച്ചിരികളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആ ഒരു ഭാഗം മാത്രം വീഡിയോ എടുത്ത്
പ്രചരിപ്പിച്ചതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? കണ്ടുപിടിക്കണം. അതുകൊണ്ട് നിഷ്പക്ഷവാദികളായിരിക്കുന്ന ആളുകൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇവിടെ സയ്യിദന്മാരെയും സമസ്തയെയും ഇത് തട്ടിലാക്കി പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ഒരു വിഭാഗം കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞൊക്കെ റെഡിയാണ്. അത് നമുക്കിങ്ങനെ കേട്ടിട്ട് സംഗതി അങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ചും ജനങ്ങൾക്ക് ചിന്തിക്കാലോ. സമസ്തയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനും വേണ്ടിയിട്ട് ഹൈത്തമി ഉസ്താദിന് സാദിഖലി തങ്ങൾ പറഞ്ഞയച്ചതാണ് എന്നുള്ള നിലക്ക് ചിന്തിക്കാലോ. അല്ലെങ്കിൽ സാദിഖലി തങ്ങൾക്ക് പറയാലോ ഞാൻ എല്ലാ ഹൈത്തമിനെ പറഞ്ഞയച്ചെന്നുള്ളത്. എന്നാൽ ആ പ്രശ്നം അവിടെ തീരുമല്ലോ. ഇത്ര വലിയ എന്താ പറയുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വാഫികളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമോ ഉണ്ടോ? വാഫികളെ അവസ്ഥ പുറത്താക്കിയതാണ്. പിന്നെ ആലിക്കുട്ടി ഉസ്താദിൻ്റെ പരിപാടി ഒരു വെക്കണ്ടെന്ന് പറയാൻ പറ്റൂല. അത് മുജാഹിദീങ്ങൾ വെച്ചാലും ഇപ്പോൾ ഓർക്കും വെക്കാലോ എന്ന മാതിരി കണ്ടാൽ പോലെ. സാദിഖലി തങ്ങൾ അങ്ങനെ പറഞ്ഞയച്ചണോ ഇല്ല എന്നുള്ളത് സാദിഖലി തങ്ങളോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞയച്ചാണ് ഹൈത്തമിനെന്ന്. അപ്പോൾ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും. ഹൈത്തമിയാണോ ആണോ പറഞ്ഞത് അതോ സാദിഖലി തങ്ങളാണോ പറഞ്ഞത് എന്നുള്ളത് ബോധ്യപ്പെടില്ല. സാദിഖലി തങ്ങളല്ല എന്നുള്ളത്. പല വിഷയങ്ങളും ഉണ്ടല്ലോ. മുമ്പ് CICൻ്റെ വിഷയത്തിൽ ഹറമിൽ നിന്ന് പറഞ്ഞില്ലേ ഒരു ഉസ്താദ്, സാദിഖലി തങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിക്കാണ് ഹറമെന്നല്ല ഞാൻ പറയണത്, ഞാൻ സമസ്തൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പം നോക്കും, തീരുമാനം എടുക്കുന്നു. പിന്നെ അതേമാതിരി അബ്ദുസ്സമ പൂക്കോട്ടൂർ പറഞ്ഞു ഒരിക്കൽ, ഞാൻ ഇന്ന് രാവിലെ സാദിഖലി തങ്ങളെ വീട്ടിൽ പോയപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞ് സ്വാദിഖ് ആ തലപ്പത്തുണ്ടാവില്ല, സമസ്തൻ്റെ തീരുമാനത്തിനെതിരെ നിന്നിട്ട്. അടുപ്പോഴും അങ്ങനെ ആണ്ടും ഇങ്ങോട്ടും അല്ലാത്ത കോലത്തിലല്ലേ നിൽക്കണത്. എന്തൊക്കെ പ്രശ്നങ്ങളുള്ള മാതിരി തോന്നുന്നുണ്ട്. ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പറയണേന് എന്താ കുഴപ്പം? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ജനങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് വിചാരിച്ചുകൊണ്ട് വാഫിക്കാരൻ മാത്രം കുറ്റം പറയാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ തോന്നി എന്നുള്ള അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു പണക്കാട് സ്നേഹവും സമസ്ത സ്നേഹവും ഒരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹവും ഒക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം എന്നൊക്കെ അങ്ങനെ തോന്നിയത്. എനിക്ക് പിന്നെ ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കണോണ്ട് എനിക്ക് തോന്നുന്നത് എവിടെയോ ഒരു ചെറിയ സെറ്റ് സംഭവിക്കുന്നുണ്ടെന്നാണ്. ഞാൻ താണക്കാട് തങ്ങളെ തള്ളണില്ല, നമുക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹൈത്തമിനോടൊന്ന് പറഞ്ഞാൽ 100% നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഉസ്താദിനെ കുറ്റപ്പെടുത്തുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സമസ്ത നടപടിയെടുത്ത് അത് തീർച്ചയായിട്ടും കൊടുക്കുമല്ലോ. അത് ഏത് തങ്ങന്മാർക്കായാലും മൂല്യന്മാർക്കായാലും ഉള്ള ഒരു പാഠം കൂടിയാണത്. ഏത് സമസ്തക്കെതിരെ പറഞ്ഞിട്ടാണെങ്കിലും സമസ്തക്കെതിരെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രസംഗങ്ങളോ നടത്തിയിരിക്കുകയാണെങ്കിൽ പാണക്കാട്ട് തങ്ങന്മാരായാലും ശരി, ആരായാലും ശരി, സമസ്ത നടപടി കൊടുക്കും ഉഷാറ എന്നുള്ളത് അത് തെളിയിച്ചതല്ലേ. ആലിക്കുട്ടി ഉസ്താദ് മരിച്ച് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മളെ MT ഉസ്താദിനെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് തീരുമാനമല്ല അത്. MT ഉസ്താദ് എടുത്ത ഫസ്റ്റ് തീരുമാനം എന്താണ്? നമ്മളെ സെക്രട്ടറിക്കെതിരെ ആരോ സാദിഖലി തങ്ങൾ പറഞ്ഞിട്ട് ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞ ഐത്തമിൻ്റെ അടുത്താണ് പുറത്ത് കാണിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ തീരുമാനങ്ങൾ അത്ര സ്പീഡിൽ ചെയ്യാൻ സമസ്ത മുഷാവർക്ക് കഴിയുമെന്നുള്ളത് തെളിയിച്ചു കൊടുത്തതാണ്. അതും താൽക്കാലിക സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ MT ഉസ്താദാണ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത്. 40 അംഗ മുഷാവർ തീരുമാനം എടുത്താണ്. അപ്പോൾ ആ സമസ്തക്കെതിരെ ഇനിയിപ്പോൾ തങ്ങളായാലും മൂല്യമായാലും പറഞ്ഞ നടപടി വരുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ തെറ്റിദ്ധാരണ മാറ്റാനും വേണ്ടി ചെയ്യേണ്ടത് സാദിഖലി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൈത്തമിനെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താം. ഇപ്പോഴും ഹൈത്തമിൻ്റെ ഭാഗത്ത് ഒരു എന്താ പറയുക, ഒരു സാദിഖലി തങ്ങൾ മറുപടി പറയാത്തതുകൊണ്ട് ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നാം. മറുപടി പറഞ്ഞാൽ ഓക്കെ 100% നമുക്ക് തള്ളാം. പിന്നെ ഈ എന്താ വാഫികളുടെ ഈ സമസ്തക്കെതിരെയുള്ള കുത്തിത്തിരിപ്പോല് പോകുമ്പോൾ തന്നെ പറഞ്ഞു വെച്ചതാണ്. എന്ത് പാണക്കാട്ട് തങ്ങളെയും സമസ്തയെയും ഞങ്ങൾ തമ്മിൽ തെല്ലിച്ചും, മുസ്ലിം ലീഗിനെയും സമസ്തയെയും ഞങ്ങൾ തമ്മിൽ തെറ്റിക്കും എന്നൊക്കെ ഒരു പറഞ്ഞു വെച്ചതാണ്. ഓല വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കണത്. ഓല ഉസ്താദ് ഒളിവിൽ പോയൊരു ഉസ്താദ് ഉണ്ടല്ലോ, എന്താ മൂപ്പരെ പേരും കിട്ടുന്നില്ല, ഹക്കീം ഫൈസി എന്ന് പറഞ്ഞ മൂപ്പര് ഒളിവിലാണല്ലോ. അപ്പോൾ ഇടക്ക് ദുബായിൽ പൊന്തും, ഇടക്ക് ഇവിടെ പൊന്തും. പേടിയാണ്, വരാൻ പേടിയാണ്. ആളുകൾ ചോദിക്കുമോ നിങ്ങൾ വഹാബിയാണോ അല്ലെങ്കിൽ സുന്നിയാണോ ചോദിക്കുമോ എന്ന് വിചാരിച്ച് പേടിയാണ് മൂപ്പർക്ക്.
മൂപ്പര് പേടി ഒന്നുകൊണ്ടല്ല, മൂപ്പര് വഹാബിന്റെ ആ പുസ്തകമൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ മൂപ്പർക്കും തോന്നി ഇപ്പം നബിദിനം കഴിക്കുന്നത് ഒരു മുട്ടായി കൊടുത്താൽ മതി, എന്തിനാണ് ഇപ്പോൾ ആർഭാടെന്നുള്ളത് മൂപ്പർക്ക് തോന്നി. എന്നിട്ട് മാറാനും വെച്ച നബിദിനം കഴിച്ചെന്ന് പറഞ്ഞാൽ ഇവര് കായ് തരൂല്ല, കഴിച്ചിരുന്നു പറഞ്ഞാൽ ഒരു കായ് തരൂല്ല, കഴിച്ചതെന്ന് പറഞ്ഞാൽ ഇവര് തൊള്ളും ചെയ്യും എന്ന് പറഞ്ഞ കുഴത്തിലായിരിക്കണം. അതുകൊണ്ടേക്ക് ഏതായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ഈ വോയിസ് വിട്ടങ്ങള് ഒന്ന് സാദിഖ് അലി തങ്ങളോട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ഇറക്കുക ചെയ്തിരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഐത്തമിനെ മാത്രം കുറ്റപ്പെടുത്തണമെങ്കിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.